ഹായ് സുഹൃത്തുക്കളെ, ഈ കാണുന്ന തെങ്ങുകൾ കേരളത്തിലല്ല, തമിഴ്നാട്ടിലുമല്ല, കർണാടകയിലുമല്ല, പിന്നെ എവിടെയാണ്? ഗുജറാത്തിലെ നവാഗഡിൽ നിന്ന് സോംനാഥിലേക്ക് പോകുമ്പോൾ വെരാവൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിലൂടെ, കോസ്റ്റൽ ഏരിയയാണ്, കടലോര ഗ്രാമമായ ഇതിലൂടെയാണ് എൻ്റെ സഞ്ചാരം. കേരളത്തിൽ പോലും ഇപ്പോൾ ഇങ്ങനെ പ്ലാന്റ് ചെയ്ത് ഇത്രയും കിലോമീറ്റർ കണക്കിന്, അതുപോലെ തന്നെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ കൃഷി ചെയ്തിട്ടിരിക്കുന്ന തെങ്ങുകൾ ഇത്രയും ഭംഗിയായി വെച്ച് പിടിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഇപ്പോൾ കുറവാണ് കാണുന്നത്. ധാരാളം തെങ്ങ് കൃഷിയൊക്കെയുള്ള ഈ വെരാവൽ പ്രദേശത്തിലൂടെ, ഇവിടെ മത്സ്യബന്ധനവും ധാരാളം നടക്കുന്ന വെരാവലിൽ ഒരു പോർട്ടൊക്കെ ഉള്ളതാണ്. ഞാൻ ഏതായാലും ഈ മെയിൻ റൂട്ടിൽ നിന്ന് ഇവരുടെ ഉൾഗ്രാമത്തിലേക്ക് ഒന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിൽ ഈ പോക്കറ്റ് റോഡിലൂടെ ഉള്ളിലോട്ടുള്ള യാത്രയിലാണ്. ഇവിടെയെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പറമ്പുകൾക്ക് അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് ചുറ്റും മതിലൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ഇനി ഇവിടെയും മലയാളികൾ വന്ന് പ്രോപ്പർട്ടി വാങ്ങി ഇവിടെ താമസം തുടങ്ങിയതാണോ എന്നറിയില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പോലെയൊക്കെ തന്നെ പശു വളർത്തലും അതുപോലെ തന്നെ ഒരു കൃഷിയിടവും ഒരു വീടും എല്ലാം തന്നെയുള്ള ഒരു പ്രദേശം, മാവ്, അങ്ങനെ തനി കേരള സ്റ്റൈലിലുള്ള ഒരു ഗ്രാമപ്രദേശം. ധാരാളം കൃഷിയുണ്ട്, വാഴക്കൃഷിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതിലെ ഈ ഗ്രാമപ്രദേശത്തിലൂടെ ഒന്ന് സഞ്ചരിച്ച് വീണ്ടും ഞാൻ NHലേക്ക് കയറുകയാണ്. ഇത് ഗുജറാത്തിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു തെങ്ങുംതോപ്പ്. കർണാടകത്തിലും തമിഴ്നാട്ടിലും മാത്രമേ ഇങ്ങനെയുള്ള തെങ്ങുംതോപ്പുകൾ കാണാറുള്ളൂ. ഞാനിന്ന് പോകുന്നത് സൗരാഷ്ട്ര മേഖലയിലെ ഗുജറാത്തിലെ വെരാവൽ എന്ന പുരാതന വ്യാപാര തുറമുഖം സ്ഥിതി ചെയ്യുന്ന അവിടെ സോംനാഥ് ക്ഷേത്രം കാണാനുള്ള യാത്രയിലാണ്. ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽപ്പെട്ടതാണ്. പ്രധാന ക്ഷേത്രമാണ് സോംനാഥ് ക്ഷേത്രം. ശിവന്റെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ് സോമനാഥ് ക്ഷേത്രം. അഹമ്മദാബാദിൽ നിന്ന് 420 കിലോമീറ്റർ അകലെയായി, എന്നാൽ ജുനാഗഡ് എന്ന പുരാതന പട്ടണത്തിൽ നിന്ന് 82 കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വെരാവൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. ഒരു മോപ്പഡ് പോലുള്ള വണ്ടിയുമേൽ പുറകിൽ ഒരു പെട്ടിയൊക്കെ വെച്ച് കെട്ടി അതിലാണ് ഇവിടെ ധാരാളം പേർ യാത്ര ചെയ്യുന്നത്. ഇവിടെ പൊതുഗതാഗത സർവീസ് വളരെയധികം കുറവാണ്. ഈ ഓട്ടോകളും അങ്ങനെയുള്ള വണ്ടികളെല്ലാം ഈ യാത്രയിൽ ധാരാളം കാണുവാനിടയായി. ഹിന്ദുക്കളുടെ ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത്. ഗുജറാത്തിലെ ദ്വാരക, ഒഡീഷയിലെ പുരി, തമിഴ്നാട്ടിലെ ചിദംബരം തുടങ്ങിയതൊപ്പം ഈ വെരാവലിലെ സോമനാഥ് ക്ഷേത്രവും വളരെയധികം പ്രശസ്തി ആർജിച്ചതാണ്. ഇന്ത്യയിലെ കടൽ തീരത്തെ ഏറ്റവും ആദരണീയമായ 5 സ്ഥലങ്ങളിൽ ഒന്നാണ് സോമനാഥ് ക്ഷേത്രം. പല പടയോട്ടങ്ങളിലും പലതവണ തകരുകയും വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടതും മറ്റു ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. 11-ാം നൂറ്റാണ്ടിലും മറ്റും ഇങ്ങനെ പല നൂറ്റാണ്ടിലും ഇത് ആവർത്തിക്കപ്പെട്ടു. ഇത് ഇവിടുത്തെ ത്രിവേണി സംഗമമാണ്. ഇവിടെ ഒരു ക്രിമിറ്റോറിയം, ചിതയൊരുക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ ത്രിവേണി സംഗമത്തിൽ. ഇത് അറബിക്കടലിലേക്ക് വന്നു ചേരുന്ന 2 നദികൾ അറബിക്കടലിലേക്ക് ചേരുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ കപില, ഹിരൺ, അതുപോലെ സരസ്വതി ഭൂമിയുടെ അടിയിലൂടെ ഇവിടെ വന്നു ചേരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ത്രിവേണി സംഗമത്തിൽ നേരത്തെ ഞാൻ കത്തുന്ന ആ പ്രദേശത്ത്
ശവദാഹം നടക്കുന്ന സ്ഥലം കൂടിയാണിത്. മനുഷ്യ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ക്രിമറ്റോറിയങ്ങളെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവയുടെ ചിതാഭസ്മവും ഈ പുണ്യതീരത്ത് സംഗമത്തിൽ ഒഴുക്കുന്നു. പിതൃതർപ്പണവും ഇവിടെ നടത്തുന്നു. ഇപ്പോഴത്തെ ഈ അമ്പലം 1951 മെയ് 11 ഇന്ത്യൻ അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നിർവഹിച്ചു. ഗോൾഡൻ നിറമുള്ള ഈ ക്ഷേത്രം കപില, ഹിരൺ, സരസ്വതി നദികളുടെ സംഗമസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അറബിക്കടലിൽ സംഗമിക്കുന്നു. ഈ ക്ഷേത്രത്തിന് BC 649 മുതൽ പഴക്കമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. വർഷം മുഴുവൻ സോമനാഥ ക്ഷേത്രം തുറന്നിരിക്കും. ഒക്ടോബർ മുതൽ ഫെബ്രുവരിയാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ശിവരാത്രി, ദീപാവലി ഇവിടെ വളരെ വലിയ ആഘോഷങ്ങളാണ്. ഈ നമ്മളിൽ പോകുന്നത് ത്രിവേണി സംഗമത്തിൻ്റെ തൊട്ടടുത്തു നിന്നുള്ള താഴ്ചയ്ക്കുള്ള കാഴ്ച കാണാനാണ്. ഈ ത്രിവേണി സംഗമത്തിന് ഒരു പ്രശസ്തി കൂടിയുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു മരത്തിൽ ചാരിയിരിക്കുമ്പോൾ കൃഷ്ണന്റെ കാലിൽ മാനാണെന്ന് തെറ്റിദ്ധരിച്ച് ജാര എന്ന വേട്ടക്കാരൻ എയ്ത അമ്പേറ്റു എന്നും കൃഷ്ണൻ കുറേ ദൂരം കിഴക്കോട്ട് മുടന്തി നടന്നുവെന്നും ത്രിവേണി സംഗമത്തിന് മുകളിലായി ഹിരണ്യ നദിയുടെ തീരത്തെത്തി ഒരു ചെറിയ ഗുഹയിൽ അന്ത്യശ്വാസം വലിച്ചു എന്നും പറയപ്പെടുന്നു. മൃതദേഹം ത്രിവേണി സംഗമത്തിലേക്ക് കൊണ്ടുപോയി അവിടെ സംസ്കരിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ശവസംസ്കാരം നടന്ന സ്ഥലത്തെ ദേഹോത്സർഗ് എന്നും പറയുന്നു. ദേഹോത്സർഗ് എന്നാൽ ശരീരം ഉപേക്ഷിക്കുക എന്നാണ്. ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ശരീരം ഉപേക്ഷിച്ച് സ്ഥിരതാമസ സ്ഥലത്തേക്ക് പോയി എന്നും വിശ്വസിക്കുന്നു. ഇതാണ് ആ അറബിക്കടലിലേക്ക് ഈ നദികൾ വന്നു ചേരുന്ന സംഗമം. ഈ പ്രദേശങ്ങളിൽ അഹിർ സമുദായത്തിലെ സ്ത്രീകൾ പലരും ഇപ്പോഴും കറുത്ത വസ്ത്രമണിഞ്ഞ് നടക്കുന്നതുണ്ട്, കൃഷ്ണന്റെ ഈ മരണത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട്. അതുപോലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലമേയുള്ളൂ ഈ ഹിരൺ നദിയുടെ തീരത്തേക്ക്. കൃഷ്ണന്റെ മാർബിളിൽ കാൽപ്പാട് പതിഞ്ഞ ഒരു സംഭവം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനെ ഗോലോക് ധാം എന്നാണ് പറയുന്നത്. ഇങ്ങനെ വളരെയധികം ക്ഷേത്രങ്ങളും ഐതിഹ്യങ്ങളും നിറഞ്ഞൊരു സ്ഥലമാണ് സോമനാഥ്. ഇത് സോമനാഥ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലാണ്. ധാരാളം കച്ചവടക്കാരെല്ലാം ഉണ്ട്. തീർത്ഥാടകരും ധാരാളം എത്തുന്ന, വളരെയധികം തീർത്ഥാടകർ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ സോമനാഥ് ടെമ്പിൾ. ടൗണിരിക്കുന്ന പ്രദേശത്തിനെ പ്രഭാസ് പദാൻ എന്നും പറയുന്നുണ്ട്. വിരാവിലെ ഒരു പ്രദേശമാണിത് പ്രഭാസ് പടാൻ. സോമനാഥ് ക്ഷേത്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലം എന്ന നിലയിൽ ഹിന്ദു തീർത്ഥാടനത്തിന്റെ ഒരു പ്രധാന സ്ഥലം കൂടിയാണിത്. സോമനാഥ ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന കാണേണ്ടതായ സ്ഥലങ്ങൾ പ്രഭാസ് പടാൻ മ്യൂസിയമുണ്ട്. നിരവധി ശിലാശില്പങ്ങളും മൺപാത്രങ്ങളും സംരക്ഷിച്ചിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ ഈ ത്രിവേണി സംഗമം, സോമനാഥ് ബീച്ച്, കുറച്ചധികം ക്ഷേത്രങ്ങൾ, ത്രിവേണി സംഗമത്തോട് ചേർന്നുള്ള ഒരു പൂന്തോട്ടം, ഹരിഹർ വൻ എന്നാണ് അതിനറിയപ്പെടുന്നത്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പരശുരാമ ക്ഷേത്രം ഈ ത്രിവേണി ഹട്ടിന്റെ തീരത്താണ്. പല പ്രശസ്ത ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശം ചരിത്രപരമായും അതുപോലെ തന്നെ ഐതിഹ്യങ്ങളും കൊണ്ടും പ്രശസ്തമായ ഒരു പ്രദേശമാണ്. സോമനാഥ് ടെമ്പിൾ ഇരിക്കുന്ന ഈ പ്രദേശം, സോമനാഥ് ത്രിവേണി സംഗമം, സോമനാഥ് ടെമ്പിൾ, ജ്യോതിർലിംഗ, ഷൈമോസ് ശിവ, ഈ പ്രദേശം എല്ലാം തന്നെ ധാരാളം സഞ്ചാരികളും തീർത്ഥാടകരും എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടുത്തെ മതിലുകളിലെല്ലാം തന്നെ വളരെ ചിത്രപ്പണികളെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ക്യാമറയും കൊണ്ട് ഈ സോമനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് പുറമേ നിന്ന് മാത്രം നമുക്കതെല്ലാം ഷൂട്ട് ചെയ്യാം. അകത്ത് നമ്മൾ കനത്ത സെക്യൂരിറ്റിയാണ്. CISF ജവാന്മാരും അതുപോലെ തന്നെ CRPF ജവാന്മാരെല്ലാം തോക്കേന്തി ഈ അമ്പലത്തിന് സദാസമയവും
കാവൽ നിൽക്കുന്ന ഒരു അമ്പലം കൂടിയാണ്. ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ പ്രദേശത്തെ ഈ ഉൾഭാഗത്തൊന്ന് വെറുതെ അതിലൊന്ന് പോയതാണ്. ഈ പ്രദേശമെല്ലാം അവരുടെ ആ അമ്പലം ഇരിക്കുന്ന ആ ടൗണിൻ്റെ ടൗണെല്ലാം കണ്ട് നമുക്ക് വരാം. ഒരു കൊച്ചു ടൗണാണ്. ഈ വഴിയിലെല്ലാം തന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സുകളെല്ലാം ധാരാളം വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു ചെറിയ മാർക്കറ്റ് പോലെയുള്ള ഒരു പ്രദേശമാണ് ഈ അമ്പലം ഇരിക്കുന്ന പ്രദേശം. ഈ പ്രഭാസ് പടാൻ എന്ന് പറഞ്ഞ ഈ പ്രദേശത്ത് ഒത്തിരി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടെ നിന്ന് ആ പ്രദേശത്തിലെല്ലാം സഞ്ചരിച്ച് ഇവിടെ ഉൾഭാഗത്തുള്ള വീടും അതിനോടൊപ്പം തന്നെ ചെറിയ കടകളും ഒക്കെയായി താമസിക്കുന്ന ഈ വടക്കേന്ത്യൻ ഗ്രാമങ്ങൾ ടൗണുകളെല്ലാം തന്നെ കാണുന്ന പോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെയുണ്ട്. അതുപോലെ ധാരാളം പശുക്കളെല്ലാം റോഡിലുണ്ട്. ഫ്രൂട്ട്സ് കടകളും ധാരാളം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വഴിയിലൂടെയെല്ലാം നടന്നു കണ്ട് വീണ്ടും അമ്പലത്തിലേക്കാണ്. അമ്പലം നമുക്ക് പുറമേ നിന്ന് കണ്ടതിന് ശേഷം അമ്പലത്തിലേക്ക് കയറണം. അമ്പലത്തിലേക്ക് കയറി അമ്പലത്തിലെ പ്രസാദം, ഇവിടെ ലഡുവാണ് അവിടുത്തെ പ്രസാദം, ആ ലഡുവൊക്കെ മേടിച്ച് നമുക്ക് പുറത്തിറങ്ങണം. അപ്പോൾ ഇതാണ് അമ്പലത്തിലെ വിശേഷം. ഈ വെള്ള ഷാമിയാനകൾ, അറേബ്യൻ ഷാമിയാനകൾ ഇവിടെ സഞ്ചാരികൾക്ക് അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് വരി നിൽക്കുന്നതിനും വെയിലുകൊള്ളാതെ വരി നിൽക്കുന്നതിനും അത്യാവശ്യം അവരിലിരിക്കുന്ന വിരികളെല്ലാം വിരിച്ച് അവിടെ റെസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ടെൻറ്റുകളാണത്. തീർത്ഥാടകർ ഇന്ന് ഉണ്ട്, എന്നിരുന്നാലും കുറവാണ്. ഇതാണ് അമ്പലത്തിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ചകൾ. ഇതെല്ലാം കണ്ട് ഇന്ന് ഇവിടെ നിന്ന് ഗുജറാത്തിൻ്റെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് വേണം സഞ്ചാരം. രാജസ്ഥാനെല്ലാം പൂർത്തിയായിട്ടാണ് ഗുജറാത്തിലേക്ക് കടന്നത്. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും യാത്ര ചെയ്തുകൊണ്ടുള്ള ഈ സഞ്ചാരം നിങ്ങൾ കാണണം. എനിക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ പേര് ടോൺ വീൽസ്. ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.